പല വീടുകളിലും കരണ്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ ഈ ബന്ധപ്പുരയിലെ പല വീടുകൾക്കും, കാരണം അവർക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടില്ല. 1957 ഭൂപരിഷ്കരണം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. ഭൂപരിഷ്കരണം നടപ്പാക്കി, പക്ഷെ അതിന്റെ പ്രയോക്താക്കൾ ആരാണ്? ഇന്നും ഇവിടെ ഒരുപാട് ആളുകൾ, സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ, അവർക്ക് സർക്കാർ ഭൂമി ഉണ്ട് അതിന് മുകളിൽ. അത് വാര്യം എന്ന് പറയുന്ന സ്ഥലമാണ്. വാര്യത്തേക്ക് പോകാൻ ഈ പറഞ്ഞ പ്ലാവന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പൂയംകുട്ടിയിലേക്ക് പോകുന്ന പ്ലാവന. അവിടെ നിന്ന് കടന്നു പോകണം, അല്ലെങ്കിൽ പുഴ കടന്നു പോകണം. അവിടെ ചങ്ങാടം പോലെ ഒരു ഇതുണ്ട്. അവിടെ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. ജീപ്പ് ഉണ്ടാകും. ആ ജീപ്പിൽ പോകാൻ, ഒരു വട്ടം പോകാൻ, അങ്ങോട്ട് പോകാൻ 3000 രൂപയോളം അവർക്ക് ചെലവാണ്. അവരുടെ കൃഷിസ്ഥലമൊക്കെ അവിടെ ഉള്ളത്. അവിടെയും ഒരുപാട് സ്ഥലങ്ങളിൽ വീടില്ല, കരണ്ടില്ലാത്ത വീടുകളാണ്. ഇതൊക്കെ ഒരു വനപ്രദേശം പോലെയാണ്. ഇതൊക്കെ കഴിഞ്ഞു പോകണം. ഇവിടെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ ഇവിടെയാണ് അവിടെ ഇങ്ങനെ ഓരോ ചെറിയ കുടിൽ കെട്ടി താമസിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും കരണ്ടില്ല. പലരും സോളാർ സിസ്റ്റമാണ്. സോളാർ സിസ്റ്റത്തിൽ പക്ഷെ ഫാനും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ മൊബൈൽ റീചാർജ് ചെയ്യാം, മൊബൈൽ ചാർജ് ചെയ്യാം, പിന്നെ അങ്ങനെ ചെറിയ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു കാരണം പറയുന്നത്, സർക്കാർ ഈ ഭൂമി പതിച്ചു നൽകിയിട്ടില്ല. ഭൂമി പതിച്ചു നൽകാത്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും സ്വന്തമായിട്ട് ഭൂമി ഇല്ല എന്നതാണ് വസ്തുത. പക്ഷെ അവർക്ക് വാര്യത്ത് സ്ഥലമുണ്ടെങ്കിലും അവിടെ നിന്നും സർക്കാർ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരികയാണ് അവരെ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൊടുക്കും, പക്ഷെ ഇവർക്കായിട്ട് ശബ്ദിക്കാനോ ഈ കാര്യങ്ങൾ പറയാനൊന്നും പൊതുവെ ആളുകളില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ മനുവിന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ ഞങ്ങളിതാ ബന്ധപ്പുരയിൽ എത്താനായി. ഒരുപാട് ആളുകൾ ഇങ്ങനെ മനുവിനെ അങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. മനു ഒരുപാട് നടന്ന വഴികളാണ്. മനു ഇപ്പൊ ഡിഗ്രി പഠിക്കാണ്, +2 10ാം ക്ലാസ് പഠിച്ചത് ആലുവയിലാണ്. പിന്നെ +2 മലബാർ മേഖലയിലാണ്. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് കോളേജില് ഹിസ്റ്ററി പഠിക്കാണ്. നല്ല പഠിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള, നല്ല ആഴത്തിൽ അറിവുള്ള മനുവിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇരു സ്ഥലങ്ങളിലും കോട പോലെ, അല്ലെങ്കിൽ ഒരു മഴച്ചാറ് പോലെ ചെറിയ മഴത്തുള്ളികൾ എന്ന് പെയ്യുന്നുണ്ട്. ഈ നമ്മളിപ്പോ പോകുന്നത് മെയ് മാസത്തിലാണ് എന്ന് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.